കാസർഗോഡ് കരിന്തളത്ത് ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കുണ്ടെന്ന വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയിലേക്കാണ് പക്ഷെ പോകുന്നത്. എരിക്കുളം സ്വദേശി ജാനകി, മരുമകൾ മൃദുല, ഓട്ടോ ഡ്രൈവർ ശ്രീനിവാസൻ എന്നിവർക്ക് പരിക്കുണ്ട്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണാമെന്ന് തോന്നുന്നു അല്ലേ? അരുൺ പാറക്കലാണ് ചേരുന്നത് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ദൃശ്യങ്ങളിലേക്ക്. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട്. അരുൺ, ആ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണുകയായിരുന്നു. വല്ലാതെ എന്താ പറയുക, ഞെട്ടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ അതിൻ്റെ ഒരു വല്ലാത്തൊരു അപകടമാണ്. അവരുടെ ആ പരുക്ക് പറ്റിയവരുടെ ആരോഗ്യനില അതെങ്ങനെയുണ്ട്? ഇതാ രണ്ടുപേരുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജാനകി, മരുമകൾ മൃദുല, ഇവരുടെ ആരോഗ്യനിലയാണ് അല്പം ഗുരുതരമായുള്ളത്. ഇവരെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പരുക്കേറ്റ ഓട്ടോ ഡ്രൈവർ ശ്രീനിവാസനെ തേജസ്വിനി ആശുപത്രിയിൽ, കാഞ്ഞങ്ങാട് തേജസ്വിനി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാവിലെ ചായോത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലാണ് ഈ അപകടം നടക്കുന്നത്. ഇവർ ഈ 3 പേരും ഈ ഓട്ടോറിക്ഷയിൽ വരികയായിരുന്നു. അതിനുശേഷം റോഡിൻ്റെ മറുവശത്തേക്ക് ഓട്ടോറിക്ഷ തിരിക്കുന്നതിനിടയിലാണ്, നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഒരു ചെങ്കല്ല് കയറ്റിയ ലോറി പാഞ്ഞെത്തുന്നു. ഈ ലോറി ഓട്ടോറിക്ഷയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാവുന്നുണ്ട്. ലോറിയുടെ അമിത വേഗതയാണ് ഈ അപകടത്തിന് കാരണമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങളുടെ അമിത വേഗതയും അശ്രദ്ധയുമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്കിടയാക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മിത, ശരി. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാതെ വിഷമം തോന്നുന്നു.